ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊഴുക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും പ്രചാരണം അതിൻ്റെ ആവേശത്തിലേക്ക് പോകുമ്പോൾ മൂന്നാം ഘട്ടത്തിൻ്റെ കൊട്ടിക്കലാശമാണ് നാളെ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നാളെ പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കുമ്പോഴും വലിയ തിരിച്ചടികളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത്. നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു കാലം വരെ ഉണ്ടായത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ വരുന്ന ഒരു വലിയ തലവേദന എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തന്നെ കണ്ടെത്തുന്നത്. കാരണം ഇന്ന് കോൺഗ്രസ് ആയിരുന്നവർ നാളെ BJPയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഓരോ മണ്ഡലത്തിലും. ഇത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഇത്തരം സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. എന്നാൽ വോട്ടെടുപ്പില്ലാതെ മത്സരമില്ലാതാക്കി പരമാവധി മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്ന BJP തന്ത്രമാണ് ഈ ഇലക്ഷനിൽ BJP പയറ്റുന്നത്. ഈ തന്ത്രത്തിനടിപ്പെട്ടാണ് ഇത്തരത്തിലൊരു പിന്മാറ്റ നടപടിയിലേക്ക്, അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം എത്തുന്നത്. ഇതുവരെ 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കുന്നതിലും പ്രിയങ്ക ഗാന്ധി മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും ഒരു വിശദീകരണവും ഇതുവരെയും കോൺഗ്രസിന് നൽകാനാകുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് പുതിയ തലവേദനയായി സ്ഥാനാർത്ഥി പിന്മാറ്റവും കോൺഗ്രസിനെ വലയ്ക്കുന്നത്. സൂററ്റിനും ഇൻഡോറിനും പിന്നാലെ പുരിയിലെ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് നിന്ന് പിന്മാറിയെന്ന വാർത്തയാണ് ഇന്ന് വന്നത്. പുരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചരിത മുഖർജിയാണ് ഇന്ന് പിന്മാറിയത്. മത്സരിക്കാൻ പണമില്ലാത്തതിനാലാണ് തന്റെ പിന്മാറ്റമെന്നാണ് സുചരിത മുഖർജിയുടെ ഒരു വിശദീകരണം. മോശം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുവെന്നും സുചരിത മുഖർജി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പുരി എന്ന് പറയുന്നത് BJDയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ BJPയാണ് പുരി മണ്ഡലത്തിൽ റണ്ണറപ്പായി, അതായത് 2ാം സ്ഥാനത്ത് BJPയാണ് വന്നത്. അതിനാൽ തന്നെ ഇത്തവണ പുരി മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് BJPയുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഇത്തരത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരമില്ലാതാക്കി വോട്ടെടുപ്പില്ലാതാക്കി വിജയിപ്പിക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറ്റി BJP ഒരു ഒറ്റകക്ഷിയായി ഏകകക്ഷിയായി ഓരോ മണ്ഡലത്തിലും വിജയിക്കാനുള്ള BJP തന്ത്രത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഓരോന്നിനും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറ്റുന്നത്. നേരത്തെ സൂററ്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെയാണ് BJP സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ സൂററ്റിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ പകരക്കാരനായി അവർ വേറൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആ നിർദ്ദേശയാളും പിന്മാറിയതോടുകൂടി BJPക്ക് സൂററ്റ് മണ്ഡലത്തിലെ വിജയം വളരെ വലിയ എളുപ്പമായി മാറി. ഈ കോൺഗ്രസ് പകരം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി മാത്രമല്ല, BSPയുടെ സ്ഥാനാർത്ഥി കൂടി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏകപക്ഷീയമായ BJPയുടെ വിജയത്തിന് സൂററ്റിൽ വഴിവെച്ചത്. ഇനി മധ്യപ്രദേശിലെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡോറിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം BJPക്ക് ജയിക്കാൻ വേണ്ടിയാണെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തന്നെ തിരക്കഥയാണ് ഇതിന് പിന്നിലും എന്ന വ്യാജ വാർത്തകളും അല്ലെങ്കിൽ വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി BJPയിലേക്ക് പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ. അത്തരത്തിലുള്ള ഓരോ വിശദീകരണങ്ങളും ന്യായീകരണങ്ങളുമാണ് ഇൻഡോറിൽ കോൺഗ്രസ് നടത്തുന്നത്. 17 വർഷം മുൻപത്തെ കേസിൽ നടപടി ഉണ്ടായതാണ് അക്ഷയ് കാന്തി ബാമിൻ മറുകണ്ഠം ചാടാൻ ഇടയാക്കിയതെന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം. ഇൻഡോറിൽ പത്രിക പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അക്ഷയ് കാന്തി ബാം BJPയിലും ചേർന്നു. ഇൻഡോറിലും സൂററ്റിലും പുരിയിലും മാത്രമല്ല തിരിച്ചടി ഉണ്ടാകുന്നത് കോൺഗ്രസിന്. തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി കഴിഞ്ഞ ദിവസം അമേഠിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ വളരെ വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസക്കുറവിനെ എടുത്തു കാണിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കുക എന്നത് കണ്ടറിയേണ്ടത് തന്നെ കാര്യമാണ്.